നമ്മള് ജീവയാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. അപ്പോ 2 ദിവസമായിട്ട് തുടരുന്നത് ഇന്ന് അതിന്റെ ഒരു എന്താ പറയാ ഒരു സമാപ്തി അതിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് എല്ലാം ഒന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അപ്പൊ അതിന്റെ കൺക്ലൂഷനിലോട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ എന്താ കണ്ടത്? നമുക്ക് ആ മോക്ഷം എന്ന് പറയുന്നത് ഒരിടത്തും അന്വേഷിച്ച് നടക്കണ്ട, അത് നമുക്ക് കരഗതമാണ്. ഇപ്പോ ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ്. അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായിൽ എന്താണെന്ന് കണ്ടു? അകമേ പലതല്ല, അത് ഏകമാകും. അപ്പൊ അത് ഏകമായിരിക്കുന്ന ഒരു സത്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടുന്ന എന്താണ്? നമ്മൾ ഇനി അതിനെ എങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാം, ഇതാണ് ഇനി നമ്മൾ അറിയേണ്ടത്, അല്ലെ? അപ്പൊ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലെ? അപ്പോ ഈ നരസുരാദികൾ ഒന്നുമല്ല, നാമരൂപം ഒന്നുമല്ല, യഥാർത്ഥമായിരിക്കുന്ന സത്യം എന്ന് പറയുന്നത് ആ പ്യുവർ കോൺഷ്യസ്നെസ് ആണ്. ആ ഒരു എന്താ പറയാ ബ്രഹ്മതത്വമാണോ എന്ന് നമ്മൾ കണ്ടു, അല്ലെ? അപ്പോ അതിന് ആ സത്യത്തെ അറിയാൻ മനസ്സ് പക്വപ്പെടുത്തിയെടുക്കണം, എന്നാലേ ഇതിനെ അറിയാൻ പറ്റുള്ളൂ. ഇനി അതിനു വേണ്ടി എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇനി അറിഞ്ഞ് നമ്മൾ അതിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ആകുന്ന കുതിരകളെ എങ്ങനെയാണ് മെരുക്കേണ്ടത്, അല്ലെ? ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പൊ മനുഷ്യന് അത് എങ്ങനെ മെരുക്കിയെടുത്ത് ഈ സംസാരമാകുന്ന സമുദ്രത്തില് അതിനെ ബുദ്ധിയിൽ ഉറപ്പിച്ച് നമുക്ക് ആ പരബ്രഹ്മ തത്വത്തിൽ എത്തിച്ചേരാം. അപ്പോ ആദ്യമേ ഇതിവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാല് മനുഷ്യന് വേദശാസ്ത്രങ്ങളില് ശരിയായിട്ടുള്ള വിശ്വാസം ഉണ്ടാകണം. ആദ്യത്തെ കാര്യം പറയാണ്. പിന്നെ സ്വർഗം മുതലായിട്ടുള്ള സ്ഥലങ്ങളില് വിഷയസുഖങ്ങളെ അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അത് വരട്ടെ, അതിനെന്താ? സ്വർഗത്തിൽ കുറച്ചു കാലം ജീവിച്ചു, അത് മോശം കാര്യമല്ലല്ലോ. അതിനുള്ള സാഹചര്യം. അപ്പൊ ഇവിടെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് സ്വർഗപ്രാപ്തി ഉണ്ടാകും. കാലത്തിന്റെ ഒഴുക്കില് നിലയില്ലാത്ത ആ വിഷയസുഖങ്ങളിലെല്ലാം തന്നെ ഒരു സമയത്ത് വിരക്തി ഉണ്ടാകും. ഉറപ്പായിട്ട് പറയുകയാണ്, ഇത് ശാസ്ത്രങ്ങൾ പറയുന്നതാണ്. നമുക്കെല്ലാം അനുഭവിച്ച് അതിന്റെ സുഖം അറിഞ്ഞെങ്കിൽ മാത്രമേ അതിനെ ത്യജിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അനുഭവിച്ച ഒരു ജീവന് അവസാനം എന്താണ്? വിരക്തി ഉണ്ടാകട്ടെ, അത് ഉണ്ടാകും. അപ്പൊ അതിനുശേഷം ഏത് നിത്യം ഏതാണ് അനിത്യം എന്ന് ചിന്തിച്ച് ശരിയായിട്ടുള്ള അറിവ് നേടണം. അപ്പൊ മനുഷ്യൻ എന്ന പേര് കാരണം തന്നെ എന്താ അങ്ങനെ കിട്ടാൻ തന്നെ കാരണം എന്താ? മനനം ചെയ്യുന്നവൻ, മനസ്സുള്ളവൻ, മനുകുലം എന്നൊക്കെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ആളുകള് അങ്ങനെയുള്ള വ്യക്തികള് ചിന്തിക്കണം. ആദ്യമായിട്ട് എന്താ? ആ ആസ്തിക്യത്തെ നമ്മൾ സമ്പാദിക്കണം. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ എന്താ? വേദങ്ങൾ എന്നർത്ഥം. ആ വേദങ്ങള് മനുഷ്യന് എങ്ങനെ ജീവിക്കണം, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, സ്വർഗം എന്താണ്, നരകം എന്താണ്, പുണ്യം പാപം, അല്ലെ? നല്ല കർമ്മത്തിന് നല്ല ഫലം, മോശം കർമ്മത്തിന് മോശമായിട്ടുള്ള ഫലം. അപ്പൊ ഇതിനെല്ലാമാണ് നമ്മൾ ആസ്തിക്യം എന്ന് പറയുന്നത്. അപ്പോ ഈ എല്ലാം സത്യമാണെന്ന് വേദങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് കാണാൻ സാധ്യമല്ല, അല്ലെ? കാണാൻ സാധ്യമില്ലാത്ത ഒരു പൊരുളിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത് എന്താ പറയാ അസ്ഥി, എന്നാൽ ഉണ്ട് എന്നുള്ള വിശ്വാസം. നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഉണ്ട്, അല്ലെ? അപ്പൊ ശാസ്ത്രങ്ങൾ പറയുന്ന എല്ലാം സത്യമാണ് എന്ന ദൃഢവിശ്വാസം ഉണ്ടാകണം. ഇപ്പൊ പലരും നമ്മളെ പറഞ്ഞ് നമ്മുടെ വിശ്വാസത്തെ മാറ്റാൻ ശ്രമിക്കും. ഇന്നത്തെ കലിയുഗത്തിൽ നമ്മൾ കാണുന്നുണ്ടില്ലേ, വിശ്വാസികളുടെ എണ്ണം കുറയുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹിന്ദു മതത്തിലെല്ലാം പല മതങ്ങളിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്ത് വേണം? നമ്മുടെ വിശ്വാസം നല്ലവണ്ണം ഉറയ്ക്കണം. ആ വിശ്വാസത്തെ വേറെ ആർക്കും മാറ്റാൻ പറ്റരുത്. പക്ഷെ അതിലൊന്നും വീണു പോകരുത്. ആ ഈഗോ വിട്ടിട്ട് ആ ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ശാസ്ത്രങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ മനുഷ്യന് എന്താ പറയാ എന്തൊക്കെയാണ്? പുത്രൻ, കളത്രം, ബന്ധുമിത്രാദികള്, ഐശ്വര്യം, ധനം, പേര്, പദവി എല്ലാം അതെല്ലാം വന്നു ചേർന്നോട്ടെ, സൗഖ്യമായിരിക്കട്ടെ. പിന്നീടോ? കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും പല സൂക്തങ്ങളും ഒക്കെ പറയുന്നത് എന്തിനാ? കാമ്യകർമ്മങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെ? നല്ല ഐശ്വര്യം, പദവി എല്ലാം ഉണ്ടായി സന്തോഷമായിട്ട് 12 കാലം സന്തോഷമായിട്ട് വാഴട്ടെ, ദീർഘായുസായിരിക്കട്ടെ, സർവ്വ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് വേദങ്ങളിൽ അനുഗ്രഹിക്കുന്നത്. അതെല്ലാം കിട്ടിക്കോട്ടെ, അതിനെന്താ? പിന്നീട് നമ്മള് കർമ്മങ്ങളെല്ലാം ഉപാസനകളെല്ലാം ഈ വേദങ്ങൾ പഠിച്ചിട്ട് ചെയ്യണം. അതിന്റെ ഫലമായിട്ട് നല്ല ഒരു ജീവിതം നയിക്കണം. പിന്നെ സ്വർഗം കിട്ടണം. ഇതെല്ലാം കിട്ടണം. നമുക്ക് സ്വർഗം എന്താണെന്ന് അറിയണം, ഇല്ലേ? അറിഞ്ഞെങ്കിലല്ലേ അവിടെ കുറച്ചു കാലം നിന്നിട്ട് എന്താ പറയാ പിന്നെ അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ.
അപ്പൊ കർമാചാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാല് വളരെ കഷ്ടപ്പെട്ട് കർമ്മങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മാത്രമേ നമുക്ക് കർമ്മങ്ങൾക്ക് പോലും സത്കർമ്മങ്ങൾക്ക് പോലും സദ്ഫലങ്ങൾ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ കിട്ടിയ അതായത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അനുഷ്ഠിക്കുന്ന പുണ്യകർമ്മങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങൾ പോലും എല്ലാം എന്താ ഒരു ദിവസം തീർന്നു പോകും. പുണ്യം ക്ഷീണിക്കും. പിന്നെയും വീണ്ടും നമ്മൾ തിരിച്ചു വരണം. ഇവിടെയും അവിടെയും നമുക്കെന്താ ആ ഒരു നഷ്ടപ്പെട്ടത്, കാരണം അത് ഇവിടെ വന്ന് ഉണ്ടാക്കണം, അവിടെ പോണം, അവിടെ തീരുമ്പോ ഇവിടെ വരണം ഉണ്ടാക്കാനായിട്ടില്ലേ. അപ്പൊ ഈ തിരിച്ചു വരവും പോക്കും, അതായത് ഇവിടെയോ അവിടെയോ നഷ്ടപ്പെടും ഒരു കാര്യം. ഇവിടെ വെച്ചുണ്ടാക്കുന്നത് അവിടെ നഷ്ടപ്പെടും, അവിടെ നിന്ന് തിരിച്ചു വരണം. അപ്പൊ ഇത് അവിടെ കുറച്ചു നാളെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയണം. ഈ അസ്ഥിരമായ സുഖത്തെ കാലത്തിന്റെ പ്രവാഹത്തിൽ അസ്ഥിരമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നൈരാശ്യം ഉണ്ടാകും നമുക്കപ്പോ. കാരണം നമുക്ക് ഒരു നിരാശ തോന്നും, അയ്യോ ഇതെന്താണിത്, അല്ലേ? അപ്പോ എന്താ പറയാ, ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര നന്നായിട്ട് തോന്നും. കാരണം ഒരു കിട്ടാനുള്ള ഒരു ആഗ്രഹത്തില് വലിയ സന്തോഷം തോന്നും. എനിക്ക് ഇതൊക്കെ കിട്ടി 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 എന്ന് പറയും. പക്ഷെ പിന്നെയോ നൈരാശ്യം ഉണ്ടാകും. അപ്പോ ആശകൾ ഓരോന്നായിട്ട് അസ്തമിക്കും. കുറെ കാര്യങ്ങൾ ചെയ്യണം കാരണം എന്ന് ആഗ്രഹിച്ചിരുന്ന മനസ്സ് പതുക്കെ പതുക്കെ എന്താ ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങും. നമുക്കിങ്ങനെ ഭയങ്കര ഒരു എന്തൂസിയാസം ആണ്, അല്ലേ? എനിക്കൊരു കാർ മേടിക്കണം, അല്ലെ ഒരു വീട് വെക്കണം, എനിക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം. കുറെ കാലം അങ്ങനെ അങ്ങ് ചെയ്തു പോകും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഉത്തേജനം, ആ ഒരു ഇച്ഛാശക്തി, അത് പിന്നെ പിന്നെ ആകുമ്പോൾ എന്ത് പറ്റും? കുറഞ്ഞു വരും. ഉറപ്പാണത്. അപ്പോ ഇത് മനസ്സിന് മനസ്സിലാവും. എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്താ പറയാ, എന്ത് ചെയ്തിട്ട് എന്താ, അല്ലെ? നമ്മൾ പറയില്ലേ, ആ ഒരു നിലയിലാകും. വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ പണിപ്പെട്ട് മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലമേ നമുക്ക് വയ്ക്കാൻ പറ്റുന്നുള്ളൂ. ഇതിനെ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. കിട്ടുന്ന ശരീരം പെർമനന്റ് അല്ല, കിട്ടുന്ന പൊസിഷനും പെർമനന്റ് അല്ല, അല്ലെ? ഇത് ആരെ കാണിക്കാനാണ്? ഞാൻ കുറച്ച് ധനവാനാണെന്നും, അല്ലെ, പേരുള്ളവനാണെന്നും സൗന്ദര്യമുള്ളവനാണെന്നും കാലം ഇതെല്ലാം എന്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ടു പോണു. ഇനി സ്വർഗത്തിൽ ചെന്നാലോ അവിടെയും കുറച്ചു കാലമേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കിയതിന്റെ എത്ര പെർസെന്റേജ് ഉണ്ടാക്കിയോ അത്രയും മാത്രമേ എനിക്ക് സ്വർഗത്തില് ചെലവഴിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതിന് എന്താണ് ഇനി, അല്ലേ? ഇതൊക്കെ ഇനി എന്തിനു ഞാൻ ചെയ്യണം? എല്ലാവർക്കും തോന്നും. ഈവൻ ഈ ഭൂമിയിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് തോന്നാറുണ്ട്, എന്തിനാണ് ഇനി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ജീവിതത്തില് എല്ലാം അനിത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നിത്യമായിട്ടുള്ള ഒരു വസ്തുവിനെ നമ്മൾ തിരയാൻ തുടങ്ങും. അവിടെയാണ് നിത്യ അനിത്യ വിചാരണ തുടങ്ങുന്നത്. എന്താണ് നിത്യം, എന്താണ് അനിത്യം? അപ്പൊ വേദവിശ്വാസങ്ങൾ വിവേകത്തെ കൊടുക്കാൻ തുടങ്ങും. ഇവിടെ എല്ലാം ഒരു എന്താ പറയാ, പെരിഷബിൾ സാധനങ്ങൾ മാത്രമാണ്. അപ്പോ നിത്യമായിട്ടുള്ളത് എന്താണ് എന്നുള്ള അന്വേഷണം തുടങ്ങും. അവിടെയാണ് നമ്മളെ തത്വവിചാരം, തത് എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങണം. വേദം ആശ കാട്ടി നമ്മളെ ആശിച്ച് ഇതെല്ലാം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആശയെ തന്നെ മാറ്റിത്തരികയാണ് ചെയ്യുന്നത് അവിടെ. ആശപ്പെട്ടതെല്ലാം അനിത്യമാണ്. ഇനി പറയുന്നതെല്ലാം എന്താ? അനിത്യത്തിൽ നിന്ന് നിത്യത്തിലേക്ക് എത്താവുന്ന പടിപ്പടിയായിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ പറയാൻ പോകുന്നത്. കാരണം ഇപ്പൊ നമ്മൾ അനിത്യം എന്താണെന്ന് നല്ലവണ്ണം അറിഞ്ഞു കഴിഞ്ഞു, ഇല്ലേ? അപ്പൊ ഈ ആത്മീയ യാത്രയിലെ വേരുകൾ എന്ന ആ ഒരു എന്താ പറയുക, വേരുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വേദശാസ്ത്രങ്ങളില് ആഴ്ന്നിറങ്ങിയ വിശ്വാസം വേണം. എങ്കിലേ നമുക്കിത് വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു ശൂന്യത അനുഭവപ്പെടും. എന്താണ്, അല്ലെ? ഒന്നും അറിയാൻ പാടില്ല. ഒരു വെയ്കായിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും, ഫിസിക്കലി നമ്മൾ ശരീരം കൊണ്ട് കഷ്ടപ്പെട്ടാലും മനസ്സുകൊണ്ട് കഷ്ടപ്പെട്ടാലും എന്തൊക്കെ തലയിൽ കുത്തി നിറച്ചാലും ഒരു ദിവസം ഇത് നഷ്ടപ്പെടുന്ന അറിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും നമുക്ക് ശ്രമിക്കാൻ തോന്നുമോ? ഇല്ല, അല്ലേ? ആ ഒരു വല്ലാത്ത ശൂന്യത അനുഭവപ്പെടും. അപ്പോഴോ ശ്രദ്ധ എന്നാൽ എന്താ? ആ വിശ്വാസത്തോടെ എന്താ പറയാ, ആ വിശ്വാസത്തോടെ പഠിച്ച് ആ ഒരു നിരാകരിക്കാതെ പിന്തുടരണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഇത് വേദങ്ങൾ നമ്മൾ പഠിച്ച ശാസ്ത്രങ്ങളനുസരിച്ച് പിന്തുടർന്നു പോകണം. നിരാകരണം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? നമ്മുടെ ബുദ്ധി ലിമിറ്റഡ് ആണ്. ഇത് പറഞ്ഞു തന്നിരിക്കുന്ന ആര്? ഈശ്വരൻ. ആ ഈശ്വരന്റെ വെളിപാടുകളാണ് ഋഷിമുനിമാര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോ അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ സംശയം തോന്നി ചിലപ്പോൾ അതിനെ വിട്ടുകളയാൻ സാധ്യതയുണ്ട്, അല്ലെ? ശാസ്ത്രങ്ങൾ പറയണ, ശാസിച്ച് പറയുന്ന എന്തിനാ? എത്തേണ്ടടുത്ത് എത്താനാണ്. അത് വിട്ടുകളഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഇല്ലാതായിപ്പോവും, നമുക്ക് പിടിവള്ളിയേ ഇല്ലാതായിപ്പോവും. അപ്പൊ ശാസ്ത്രങ്ങള് ശബ്ദ പ്രമാണമാണ്. ശബ്ദ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ, അല്ലെ? ഒരു വ്യക്തി പറഞ്ഞു തരുന്നല്ലത്, ഈശ്വരന്റെ ശബ്ദമാണത് എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അതുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നത് ആദ്യത്തെ പടിയാണ്.
ഇപ്പൊ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ആ ഒരു നമുക്ക് കിട്ടിയ മോക്ഷം എന്നുള്ളത് ഈ ശരീരം നിൽക്കുമ്പോൾ ആ മോക്ഷത്തിൽ തന്നെ ഇരിക്കാൻ, അതിനെ നിലനിർത്താൻ എന്താണ് വേണ്ടതെന്നുള്ള ആദ്യത്തെ പടിയാണ് പറയുന്നത്. എന്താണ്? ആദ്യം ഈ ആദ്യ പടി ശ്രദ്ധ, വിശ്വാസം, ഇതം ജഗത്. അപ്പൊ നമുക്ക് ശ്രദ്ധ വേണം, വിശ്വാസം വേണം. ഇതാണ് നമ്മുടെ ജഗത്തില്, ഇതാണ് ജഗത്ത്. ഇവിടെ നന്നായിട്ട് ശ്രദ്ധാവിശ്വാസത്തോട് മുമ്പിലോട്ട് പോണം. അടുത്ത പടി എന്താ? ശാസ്ത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം. നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ശാസ്ത്രം പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ അനുഷ്ഠിക്കണം. ബ്രഹ്മചര്യം, അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം. അപ്പോ ആ ഫലഭോഗങ്ങളുടെ ഇച്ഛയോടുകൂടി തന്നെ കർമാനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഫലങ്ങൾ കിട്ടും. കർമ്മങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും, ഇല്ലേ? ഉത്തരകാമേഷ്ടി യാഗമൊക്കെ നടത്തി രാജാക്കന്മാര് മക്കളെ വരെ കിട്ടുന്നു. അപ്പൊ നമുക്ക് നമുക്കൊരു കുട്ടി വേണം, ആ കുട്ടിയെ വളർത്തണം. ഇതെല്ലാം ആഗ്രഹങ്ങളാണ്. ഇതെല്ലാം ചെയ്തോളണം. അതിനാണ് നമുക്ക് എന്താ തന്നേക്കുന്നത്? ഗൃഹസ്ഥാശ്രമം. അതിലൊന്നും തെറ്റില്ല. അപ്പോ ആ നമ്മള് ഭോഗ ഇച്ഛയോടുകൂടി തന്നെ അപ്പൊ കർമ്മങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ ഭോഗങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടണം. അപ്പോ ധർമ്മ ആചരണങ്ങള് സ്വർഗാദി ഭോഗങ്ങളെ ലക്ഷ്യമാക്കി ചെയ്യണം. അത് ധാർമ്മികമായിട്ട് ചെയ്യണം. അത് തെറ്റല്ല. അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എല്ലാറ്റിനും എന്താണ്? നിറവേറണം. ആ ഒരു നിറവ് നമുക്കെല്ലാം അനുഭവിച്ച് ഉണ്ടാകണം. കാരണം നമുക്ക് കിട്ടാത്ത വസ്തുക്കളെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ സമയം കളയരുത്. അപ്പൊ പ്രാകൃത ആ ഒരു മനുഷ്യനെ പ്രകൃതി സ്വഭാവത്തെ സംസ്കാര സമ്പന്നനാക്കുന്നതാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. പ്രാകൃതമായിട്ട് ജീവിക്കാനല്ല, നമുക്ക് ഓരോ വഴി പറഞ്ഞു തരണം. ഇത് ചെയ്യൂ, നിങ്ങൾക്ക് അത് കിട്ടും. അപ്പൊ ജ്ഞാനത്തെ അടയാനുള്ളതാണ്. ഇങ്ങനെ അനുഭവിച്ച് നിരാകരിച്ച് മാത്രമേ നമുക്ക് ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അപ്പോ ആ ഒരു വഴിയാണ് കാണിച്ചു തരുന്നത്. ഇപ്പൊ നിത്യ നൈമിത്തികങ്ങളെ ഫലേച്ഛ കൂടാതെ ചെയ്യുക. കാരണം നമ്മളെ നിത്യ നൈമിത്തികങ്ങൾ നമുക്കറിയാം, അല്ലെ? രാവിലെ എഴുക്കുക, കുളിക്കുക, അങ്ങനെ തുടങ്ങിയുള്ള നിത്യകർമ്മങ്ങള്. ഇനി നമുക്ക് അല്ലാതെ വന്നു ചേരുന്ന വിവാഹം, കുട്ടികളുടെ ഉപനയനങ്ങൾ, ഇതെല്ലാം തന്നെ നൈമിത്തിക കർമ്മങ്ങൾ. ഇത് നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അപ്പൊ അതെന്ത് ചെയ്യണം? അത് നമ്മൾ എന്താ പറയാ, ഫലേച്ഛ കൂടാതെ നമുക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ ചെയ്യുക. അപ്പോ വിവേകത്തെ സ്ഥിരമായിട്ട് ലഭിക്കാനായിട്ട്, അത് ദൃഢമാകുവാൻ എന്താ വേണ്ടത്? ആ കർമ്മത്തിലെ കാമ്യ കർമ്മങ്ങള്, പ്രായശ്ചിത്ത കർമ്മങ്ങള് മാത്രമല്ല, അത് പിന്നെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാല് കാമ്യകർമ്മങ്ങൾ, ഏത് കാമ്യകർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിന് പ്രായശ്ചിത്തം വരും. നമ്മൾ ഒരെണ്ണം ചോദിച്ചു വാങ്ങിക്കുമ്പോൾ അതിന് കിട്ടുമ്പോഴത്തേക്ക് എന്താ? അതിന്റെ പ്രായശ്ചിത്തവും നമ്മൾ തന്നെ ചെയ്യും. കാരണം എല്ലാം പൂർണ്ണമായിരിക്കില്ല അവിടെ. അപ്പോ മാത്രമല്ല, നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാനും പാടില്ല. അപ്പൊ ഒരു വ്യക്തി കാമ്യ പ്രായശ്ചിത്ത കർമ്മങ്ങളെ വിട്ട് നിത്യ നൈമിത്തിക കർമ്മങ്ങൾ മാത്രം ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കണം. ഇതിനെയാണ് നമ്മൾ കർമ്മയോഗം. ഭഗവാൻ ഗീതയില് കർമ്മയോഗം എന്ന് പറയുന്നത് എന്താ? അപ്പോ ആ കർമ്മയോഗമാണ് ഇവിടെ പറയുന്നത്. യഹ കർത്ത വഹാഭോക്ത. കർമ്മം ചെയ്യുന്നവൻ ഫലം അനുഭവിച്ച് തന്നെ തീരണം. പക്ഷെ അതിന്റെ ഫലം എന്താണെന്ന് നോക്കുന്നില്ല, ഫലം വിചാരിക്കുന്നില്ല. എപ്പോഴും ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നുവോ അപ്പോഴേ നമുക്ക് മനസ്സ് ശുദ്ധമാവുള്ളൂ. എന്താ കാരണം? ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞ് അതിന്റെ ഫലം കിട്ടും. ഏത് കർമ്മത്തിന്റെയും ഫലം ഉടനടി കിട്ടില്ല. ഏത് കർമ്മങ്ങൾ അതിന് കുറച്ച് കാലതാമസമുണ്ട്. കാലം എന്നുള്ള ഒരു ഫാക്ടർ അതിനകത്തുണ്ട്. കാത്തിരിക്കണം അതിന്റെ ഫലം കിട്ടാനില്ലേ. ഒരു പരീക്ഷ എഴുതിയാൽ 2 മാസം അതിന്റെ റിസൾട്ടിന് കാത്തിരിക്കണം. അതുപോലെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഏത് കർമ്മം ചെയ്താലും കർമ്മ പരിഭാഗം എന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ നമ്മളിപ്പം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സഞ്ചിത കർമ്മങ്ങള്, അതിൽ നിന്ന് എടുത്ത ആ സഞ്ചിത കർമ്മങ്ങളില് അതിൽ നിന്ന് കുറച്ചെടുത്ത് പരിഭാഗപ്പെട്ട കർമ്മങ്ങൾ മാത്രമേ നമുക്ക് പ്രാരാബ്ധമാവുന്നുള്ളൂ. ഈ കാര്യം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. നമ്മൾ ചെയ്ത എല്ലാ കർമ്മത്തിന്റെയും ഫലം ഈ ജന്മത്തിൽ അനുഭവിച്ച് തീരുന്നില്ല. എന്താ കാര്യം? സഞ്ചിക്കാത്ത ഒരുപാട് കർമ്മങ്ങൾ കിടപ്പുണ്ട്. അതിന് കാലവും ടൈം ആൻഡ് സ്പേസ് അനുകൂലമായെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പാകപ്പെട്ട കർമ്മങ്ങളെ, നമ്മൾ ഒരു മാങ്ങ പഴുക്കാൻ വെക്കുമ്പോൾ അതിൽ പഴുത്ത മാങ്ങകൾ, ആദ്യം പൊട്ടിച്ച മാങ്ങകളൊക്കെ പഴുക്കും, മറ്റത് കുറച്ചുകൂടെ സമയമെടുക്കും, ഇല്ലേ? പഴുത്ത മാങ്ങകളെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എടുത്ത് കഴിക്കും, മറ്റതോ പഴുക്കാൻ വെക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളും പാകപ്പെടാനായിട്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ചിത കർമ്മങ്ങൾ എന്ന്, നമ്മൾ സഞ്ചിയിൽ കിടക്കുന്ന കർമ്മങ്ങൾ, ചെയ്തു പോയ കർമ്മങ്ങൾ, അതിൽ വളരെ കുറച്ചെടുത്തിട്ടാണ് ഈ ഒരു 100 വയസ്സ് വരെ നമുക്ക് അനുഭവിക്കാനുള്ളത് തന്നു വിടുന്നത്, ഈ ശരീരം തന്നു വിട്ടേക്കുന്നത്. അപ്പൊ ഏതിനും ഒരു സമയമുണ്ട്. നമ്മൾ കർമ്മം ചെയ്തതിന്റെ ഫലം ഇപ്പൊ ഇവിടെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് നല്ലതായാലും ശരി, മോശമായാലും ശരി. നല്ലത് ചെയ്തു, ഞാൻ ഇത്രയും നല്ലത് ചെയ്തു, എനിക്ക് ഫലം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നാളെ ഫലം കിട്ടില്ല. ഉറപ്പായിട്ടും കിട്ടും, കിട്ടിയിരിക്കും, ഇല്ലേ?
അത് ഭഗവാൻ തരുന്ന ഉറപ്പാണ്. ഇവിടെ ചെയ്യുന്നതിനെല്ലാം നിനക്ക് കിട്ടും. ഓരോന്നിനും ചിന്തയ്ക്ക് മനസ്സ വാച കർമ്മണ ചെയ്യുന്നതിന് ഫലം കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എപ്പോ കിട്ടുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പിന്നെ എന്തിനാ നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നത്? ഈ ശരീരം കൊണ്ട് ഞാൻ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്തു. എനിക്ക് ഒരുപാട് ദുഃഖമാണ് ഭഗവാൻ തന്നതെന്ന് പറഞ്ഞ് വെറുതെ നമുക്ക് ഭഗവാനെ കുറ്റപ്പെടുത്താന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കർമ്മം ഈ ജന്മം അല്ലെങ്കിൽ വേറൊരു ജന്മം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എനിക്ക് കിട്ടിയിരിക്കും ഞാൻ ചെയ്താൽ. അതുപോലെ തന്നെയാണ് ദുഷ്കർമ്മങ്ങളുടെ ഫലവും. ദുഷ്കർമ്മങ്ങളും സഞ്ചിക്കകത്തിട്ട് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ചോദിക്കില്ലേ, ഇപ്പൊ ഈ ഇത്രയും ദുഷ്കർമ്മങ്ങൾ ചെയ്ത കുറെ മനുഷ്യരാണല്ലോ ഈശ്വര, അവർ ഭരിക്കുന്നവരെ കുറിച്ചും ഈ പറഞ്ഞ പോലെ പണം തട്ടിയെടുക്കുന്നവരെ കുറിച്ചും ഇല്ല ഒക്കെ നമ്മൾ പറയാറുണ്ട്, പത്രത്തിൽ വായിക്കുന്നത് കേട്ട്. ഇത്രയും ദുഷ്കർമ്മികൾ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നത്? ഇതാണ് അതിന്റെ കാരണം. അവര് ചെയ്ത കർമ്മങ്ങള് പാകപ്പെട്ടിട്ടില്ല. അത് പാകപ്പെടാൻ അവിടെ ഇങ്ങനെ കൊടുക്കും, വേറൊരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പാകപ്പെടുമ്പോ അവർ അനുഭവിച്ചോളും. നമ്മളല്ല അതിനെ അനുഭവിക്കാൻ കാത്തിരിക്കേണ്ട. ചിലപ്പോ അവര് ആ ശരീരത്തിൽ ആയിരിക്കില്ല അനുഭവിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തിനാ അതിന് വെയിറ്റ് ചെയ്യുന്നത്? നമ്മളും ഇതുപോലെ തന്നെ, അവരും ഇതുപോലെ തന്നെ. ചിലപ്പോ ഈ ഒരു സാധാരണഗതിയിൽ പറയാറുണ്ട് 60% കർമ്മങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചു പോകുന്നു. പലതും അവസാന കാലത്ത് നമ്മൾ കാണണില്ലേ? അപ്പൊ നമ്മൾ ആരെയും വിരൽ ചൂണ്ടേണ്ട ആവശ്യമില്ല. അപ്പൊ കർമ്മങ്ങൾക്ക് അതിന് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അത് എപ്പോ അത് ഫലം കിട്ടി? എപ്പോഴോ ചെയ്ത സത്കർമ്മത്തിന്റെ ഫലമായിരിക്കും ചിലപ്പോ നമ്മളിപ്പോ ഈശ്വരന്റെ മുമ്പിൽ വന്നിരിക്കുന്നതും ഈശ്വരേച്ഛയായിട്ട് നമ്മൾ ഈ ഭഗവാനെ കേൾക്കാൻ, അമ്മയെ കാണാനും, അമ്മയുടെ എന്താ പറയാ ഇങ്ങനെ ഒരു മന്ത്രം ഉണ്ടെന്ന് കേൾക്കാനും, ജീവിതത്തിന്റെ അവസാന ഗതി പോലും നമുക്ക് ചെയ്ത ആ സത്കർമ്മത്തിന്റെ ഫലം കിട്ടി. കാരണം ഇപ്പൊ ഇത് കേൾക്കാനും അമ്മയെ ഉപാസിക്കാനും നമുക്ക് പറ്റി. ഇത് എപ്പോ ചെയ്ത കർമ്മ? എന്തുകൊണ്ട് എനിക്ക് 5 വയസ്സ് കിട്ടിയില്ല, 10 വയസ്സ് കിട്ടിയില്ല? എങ്കിൽ എനിക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പരിഭാഗപ്പെട്ടാൽ മാത്രമേ കർമ്മങ്ങളുടെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇന്നത് കുറിപ്പിട്ട കർമ്മങ്ങൾ വെച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഇനി ഉള്ളതോ അനുഭവിച്ച് തീർക്കേണ്ടി തന്നെ വരും, അല്ലേ? അത് എങ്ങനെ അനുഭവിച്ച് തീർക്കാതിരിക്കാന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം അനുഭവിച്ച് തീർക്കാതിരിക്കുന്നതും ഭഗവാന്റെ ഇച്ഛയാണ്. അതൊക്കെ നമ്മുടെ അറിവിന്റെ ഇതനുസരിച്ച്, നമ്മുടെ ടോട്ടൽ സറണ്ടർ, നമ്മുടെ മനസ്സിന്റെ സ്ഥിതി അനുസരിച്ച് ഉറപ്പായിട്ടും അത് ദേവി നിശ്ചയിച്ചോളും. നമ്മൾ അവിടെ വിട്ടേക്കുക. അപ്പൊ എന്താണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയണത്? നിത്യ നൈമിത്തിക കർമ്മങ്ങള് പ്രതീക്ഷയില്ലാതെ ചെയ്യുക. എന്താ നിത്യ നൈമിത്തിക കർമ്മങ്ങള്? അന്ന് നിത്യമായിട്ട് ചെയ്യേണ്ട ഈശ്വരാരാധന, അനുഷ്ഠാനങ്ങള്, ഒരു ഉപാസകനാണെങ്കിൽ ഉപാസകൻ അവിടെ വേറൊന്നും അന്വേഷിച്ചു പോണ്ട. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ കർമ്മം ചെയ്യുക, ഭർത്താവ് ഭർത്താവിന്റെ ധർമ്മം ചെയ്യുക, നമുക്ക് കുട്ടികളോടുള്ള ധർമ്മം ചെയ്യുക, പഞ്ചഭൂതങ്ങളോട് ചെയ്യുക, പ്രപഞ്ചത്തോട് ചെയ്യുക, ഈശ്വരനോട് ചെയ്യുക, ഗുരുവിനോട് ചെയ്യുക, എല്ലാ കർമ്മങ്ങളും നന്നായിട്ട് ചെയ്തു പോവുക. ഇതിന് എപ്പോ ഫലം കിട്ടുമെന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. വളരെ വ്യക്തമായിട്ട് ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, അല്ലെ? ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യൂ അർജുന, ഫലം തരേണ്ടത് ഞാനാണ്, ഞാനിവിടെ ഇല്ലേ, ഞാൻ തന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ നിത്യ നൈമിത്തിക കർമ്മങ്ങള് ഈശ്വരാർപ്പണ ബുദ്ധിയോടെ അനുഷ്ഠിക്കുന്നതാണ് കർമ്മയോഗം. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്ക് കിട്ടുന്നതാണ് യഹാകർത്ത മഹാഭോക്ത. കർമ്മം ചെയ്യുന്നവൻ പോലും എന്താ പറയാ, കർമ്മം ചെയ്യുന്ന ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം, അതിന് മാറ്റമില്ല. അപ്പൊ ഈ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുന്നതാണ് മനസ്സ് ശുദ്ധമാക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കും. ഞാൻ ചെയ്തതിന്റെ കിട്ടിയില്ല അല്ലെ? ഞാൻ ഇത്രയും ചെയ്തു, ഞാൻ ഇത്രയും ഉപാസന ചെയ്തു. ചിലപ്പോ നമുക്ക് ഈശ്വരന് തൃപ്തിയായെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ഒരു പെർസിവിയറൻസോടുകൂടി, ശ്രദ്ധയോടുകൂടി, ജാഗ്രതയോടുകൂടി ഈ ജന്മം കിട്ടിയ ഉപാസന ഈ ജന്മം തന്നെ തീർത്തവൻ പുണ്യവാൻ. അതിന് ഗുരുമണ്ഡലം നമുക്ക് എന്താ തരുന്നത്? പൂർണ്ണ ദീക്ഷിതരാക്കി വിടുകയാണ്. നമ്മൾ ചെയ്തു അത്രയും, എന്താ പറയാ, ഒന്നും ആലോചിക്കാതെ അതിൽ മാത്രം, ആ വഴിയിലൂടെ മാത്രം പോയപ്പോ നമ്മൾ അവിടെ എന്ന് പറയാൻ പറ്റില്ല. അവിടെയാണ് യാത്ര തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും ഈ കിട്ടിയ കർമ്മം, ഉപാസനാ മാർഗം എന്ന് പറയുന്നത് എത്രത്തോളം അതിൽ ചെയ്യാം. അന്യ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇല്ലേ, വേറെ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്താണ്? അത് നമുക്ക് ആപത്തിന് കാരണമാകും. ഭയാവഹം. അന്യകർമ്മം ചെയ്യുന്നത് ഭയാവഹം എന്നാ പറയുന്നത്. നമുക്ക് എന്താണോ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. അപ്പൊ അകർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ ഈശ്വരാർപ്പിതം ന ഇച്ഛയാകൃതം ചിത്തശോധനം മുക്തി സാധനം. അപ്പൊ ഈശ്വരാർപ്പിതമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. ഭഗവാനെ, അമ്മ എനിക്ക് ഈ കർമ്മങ്ങൾ ഇന്ന് രാവിലെ ഞാനിത് എണീക്കണു, ഈ കർമ്മം എന്റെ ഉള്ളിലിരിക്കുന്ന അമ്മയ്ക്ക് അർപ്പിക്കണു, ഞാൻ ഇന്ന് എനിക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കൂ. രാത്രി കിടക്കുമ്പോൾ ഞാൻ എല്ലാം പൂർത്തീകരിച്ചമ്മ, ഇന്നത്തെ എല്ലാം കഴിഞ്ഞു, അമ്മ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തീർത്തു, അല്ലെ?
അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമാവും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ അറിയാതെ ചെയ്തതാണെങ്കിൽ പോലും ഈശ്വരൻ അർപ്പിക്കുമ്പോ, അമ്മയ്ക്ക് അർപ്പിക്കുമ്പോ എന്തായി? നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കായേന വാച മനസേന്ദ്രിയർവ എന്ന് പറയുമ്പോ അമ്മ എന്റെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്തതെല്ലാം അവിടെ സമർപ്പിക്കണമെന്ന് പറഞ്ഞ അവിടെ കഴിഞ്ഞു. അവിടെ ഞാനെന്നുള്ള ശരീരമല്ല ചെയ്യുന്നത്, ആരോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അമ്മ ചെയ്യിപ്പിക്കുന്നു, അവിടെ സമർപ്പിച്ചു. അപ്പൊ മല വിക്ഷേപങ്ങളെ മാറ്റിയെങ്കിൽ മാത്രമേ ആ ഒരു വിവേകം ദൃഢമാവുള്ളൂ. ചിതറിക്കിടക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഗുണ ബ്രഹ്മധ്യാനം ചെയ്യുക തന്നെ വേണം. കാരണം ചിതറിക്കിടക്കുക അല്ലെ, പല പല വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക രാവിലെ തൊട്ട് രാത്രി. നമുക്കൊരു പ്രായമുണ്ട് പഠിക്കാൻ, അതിനാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. 10-25 വയസ്സ്, അത് കഴിഞ്ഞ് ജോലി ചെയ്യണം, ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിക്കണം. നമ്മൾ ഈ ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഒരു ഇത് കിട്ടിയിട്ട് എല്ലാം പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. അവിടെ ഒരെണ്ണം കിട്ടി അതിനെ ഒന്നും പഠിക്കാതെ വേറെ പലതും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒന്നും ഉള്ളിൽ കയറില്ല. അപ്പൊ നമ്മുടെ എനർജി പല കാര്യങ്ങളിലായിട്ട് ഒരു 24 മണിക്കൂറിൽ ഉണർന്നിരിക്കുന്ന സമയം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്, നമുക്ക് അമ്മയെ കിട്ടിയ അമ്മയെ മാത്രം. വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി അത് ഛിന്ന ഭിന്നമായിട്ട് പോകും. കാരണം ഒരു പ്രായം കഴിഞ്ഞ് ഒന്നും തലേ നിൽക്കില്ല, വെറുതെ 2-3 മണിക്കൂർ വെറുതെ ഇങ്ങനെ ഇരിക്കാം അല്ലെ. ഓരോരുത്തരെ സന്തോഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അത് ചെയ്യാന്നല്ലാതെ അവിടെ നിന്ന് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. അതേസമയം നമ്മുടെ അമ്മയെ കുറിച്ച് തന്നെയാണെങ്കിലോ അത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് മനസ്സിനെ എന്താണ് ശുദ്ധമാക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു സഗുണ ബ്രഹ്മ ധ്യാനം വരെ ചെയ്യണം. കാരണം തന്റെ ഇഷ്ട ദേവതയുടെ ആ നിഷ്കാമമായിട്ടിരിക്കുന്ന ആ രൂപത്തെ കണ്ട് മനസ്സ് ശുദ്ധമാകും. കർമ്മയോഗം നന്നായിട്ട് ചെയ്താൽ മാത്രമേ അത് ജ്ഞാനയോഗത്തിൽ എത്തിക്കുള്ളൂ. അപ്പൊ ചിത്തശുദ്ധിക്ക് ജപം, ധ്യാനം, സേവ, കർമ്മയോഗം, ജ്ഞാനയോഗത്തില് ആ ജ്ഞാനയോഗത്തിന് ഈ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ദൃഢ അറിവ്, ആ ഒരൊറ്റ അറിവ് മാത്രമേ നമുക്ക് മോക്ഷം കിട്ടുള്ളൂ. ആ ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഈ ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലുതായിട്ട് തോന്നും. ആ ഈശ്വരന്റെ ഒരു ചെറിയ കണിക ഉള്ളത് കൊണ്ടാണ് എന്നിൽ നിന്ന് അത് പറിച്ചു മാറ്റാൻ പറ്റില്ല. അത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ആണിക്കല്ലായിട്ട്. പക്ഷെ ഈ പറയുന്ന പ്രപഞ്ചവുമായിട്ടോ എന്റെ ശരീരവുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാതെയാണ് അത് ഇരിക്കുന്നതെന്ന് ഉറയ്ക്കണം നമുക്ക്. ഈ അറിവ് കൊണ്ട് മാത്രമേ മോക്ഷം കിട്ടുള്ളൂ എന്ന് നമ്മളിപ്പോ കണ്ടു, ഇന്നലെ കണ്ടു ഇല്ലേ. ഇത് തന്നെയാണ് ജ്ഞാനയോഗം. അപ്പൊ ഇതിലെത്താൻ എന്തൊക്കെ വേണം? ശ്രവണ മനന നിധിധ്യാസനങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. കർമ്മയോഗവും ഉപാസനയും കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും. ഒരു വ്യക്തിക്ക് തത്വാർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. പതുക്കെ പതുക്കെ നമ്മുടെ ആ അജ്ഞാനമാകുന്ന ഇരുട്ട് മുറിയിൽ വെളിച്ചം കയറാൻ തുടങ്ങും. അപ്പൊ മുക്തി എന്നത് അടയേണ്ട ഒരു നിലയല്ല, അറിഞ്ഞുകൊള്ളേണ്ടതാണ്. മുക്തി അടയുക എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയെങ്കിലും ഒരിടത്തു നിന്ന് ഒരിടത്ത് യാത്ര ചെയ്ത് പോയി കിട്ടേണ്ടത്, അല്ലെങ്കിൽ ശരീരം വിട്ടിട്ട് പോയി കിട്ടേണ്ടത് അതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്താ? അറിയണം എന്താണ് മുക്തി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ നിത്യമുക്ത ബുദ്ധ മുക്ത സ്വരൂപമാണ്, ആ ശിവമാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അടയേണ്ടതല്ല എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം നമുക്ക് സിദ്ധമായതാണ് അല്ലെ. അപ്പോ നമ്മള് എന്താ പറയാ, അതിനെ ഓൾറെഡി കിട്ടിയ ഒരു സാധനത്തിനെ നമുക്ക് വീണ്ടും പ്രാപിക്കാൻ പറ്റില്ല, ഓൾറെഡി ഉണ്ട്. ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ ഇരുന്നിട്ട് അതിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? ക്ഷേത്രത്തിനകത്ത് ഇരിക്കുക, എനിക്ക് ക്ഷേത്രത്തിൽ പോണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഇരിക്കുക. ഒരു ആശ്രമത്തിൽ പോണം, ഇല്ലെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്ത് പോണം, അവിടെ ചെന്ന് ഇരുന്നുകൊണ്ട് എനിക്ക് അവിടെ പോണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും? ഇതാണ് നമ്മുടെ മിഥ്യാധാരണ. അതുപോലെ എല്ലാവർക്കും ലബ്ധമായിട്ടുള്ള വസ്തുവാണ് മുക്തി. അറിയില്ല എന്ന് പറയാനേ നമുക്ക് സാധിക്കും. മുക്തി എന്താണെന്ന് എനിക്ക് അറിയില്ല, കാരണം സാധ്യം അറിയില്ല. സിദ്ധ വസ്തുവിനെ അറിയാതിരിക്കാൻ കാരണം എന്താണ്? അജ്ഞാനമാണ് അല്ലെ. അപ്പൊ സിദ്ധ വസ്തുവിനെ അറിയാതിരിക്കാൻ കാരണം ഈ അറിവില്ലായ്മയാണ്. ആ അജ്ഞാനത്തെ നമ്മൾ മാറ്റണം. അതിന് എന്ത് വേണം? ഗുരുവിനെയും വേദാന്ത ശാസ്ത്രങ്ങളെയും ആശ്രയിക്കണം. ഇരുട്ടുമുറിയില് വെളിച്ചം വരണമെങ്കിൽ വിളക്ക് തെളിയിക്കണം. അപ്പോഴേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ അറിയാൻ സാധിക്കൂ ഇല്ലേ. ഈ മോക്ഷത്തെയാണ് ബ്രഹ്മം, ശിവം, ആനന്ദം, സച്ചിദാനന്ദം എന്നൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ആചാര്യൻ പ്ലസ് ശാസ്ത്രം ഈസ് ഈക്വൽ ടു മോക്ഷം. അപ്പോ ഈ തത്വാർത്ഥത്തെ പറഞ്ഞു തരാൻ, തനിക്ക് നിത്യസിദ്ധമായ മോക്ഷത്തെ പറ്റി പറഞ്ഞ് ഓർമ്മിപ്പിച്ച് ആ നിത്യവസ്തുവിനെ അറിയാൻ ആരാ വേണ്ടത്? ആ സമയമാകുമ്പോൾ നമ്മുടെ ഗുരു നമ്മുടെ അടുത്ത് എത്തിച്ചേരും. ഗുരുരൂപത്തിലിരിക്കുന്ന സാക്ഷാൽ ദക്ഷിണാമൂർത്തി ആ ഗുരുവിന്റെ വാക്കുകളിലൂടെ നമ്മുടെ ഉള്ളിൽ വന്ന് ആ സമയമാവുമ്പോൾ നമ്മുടെ അജ്ഞാനത്തെ മാറ്റിത്തരും, ഉറപ്പാണ്. അപ്പൊ തന്റെ ഗുരുവിനെയും ശാസ്ത്രങ്ങളെയും ആ വഴിയിലൂടെ തന്നെ നമ്മൾ ആശ്രയിക്കണം. ഗുരു പറയുന്ന കേട്ട്
അദ്ദേഹത്തെ ചരണങ്ങളെ, ഗുരുപാദുക സ്തോത്രം അതാണ് പറയണത് അല്ലെ, അനന്ത സംസാര സമുദ്രധാര, അനന്തമായിരിക്കുന്ന ഈ സംസാര സമുദ്രത്തെ മറികടക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുചരണങ്ങൾ മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ അല്ലെ. ഹംസ ശിവസോഹം. അപ്പൊ ആ ഗുരുവിന്റെ കരുണ നമ്മള് നേടണം. ഗുരു ഇല്ലാത്ത ഒരു കുടുംബം അല്ല എന്ന് പറയും. പണ്ടൊക്കെ എല്ലാ കുടുംബങ്ങളിലും കുലഗുരു ഉണ്ടായിരുന്നു ഇല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്. സൂര്യ ഡൈനാസ്റ്റി, അതായത് സൂര്യവംശത്തിലെ, ചന്ദ്രവംശത്തിലൊക്കെ അവർക്ക് കുലഗുരുക്കന്മാര് അല്ലെ, വസിഷ്ഠൻ, വിശ്വാമിത്രൻ തുടങ്ങിയ കുലഗുരുക്കന്മാർ, അവരാണ് രക്ഷിക്കുന്നത് അവിടെയുള്ള എല്ലാ അംഗങ്ങളെയും. അപ്പൊ ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നവൻ ഇല്ലേ. ഗുരു എന്ന് പറഞ്ഞാല് ആ ഗുകാരമാകുന്ന അന്ധകാരം, അജ്ഞാനത്തെ മാറ്റി അവന് കറക്റ്റ് ആയിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നവൻ. അപ്പൊ ആചാര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രത്തിൽ ജീവിച്ച് അത് തന്റെ ശിഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണം, എന്നെങ്കിലേ അത് ഗുരു ആവുള്ളൂ. അപ്പോ ആചരിച്ച് കാണിച്ചു കൊടുക്കണം, അത് അറിഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, എന്നാലേ അത് ഉപകാരപ്പെടുള്ളൂ. അനുഷ്ഠിക്കുന്നവരെ അനുഗ്രഹിക്കണം, ഇത് ചെയ്തിട്ട് അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കണം. നന്നായിട്ട് വരും, ചെയ്യൂ, ആ പ്രോത്സാഹനം കൊടുക്കണം. നമ്മുടെ ഇത് ഒരു എന്താ പറയാ, ഈ വ്യാവഹാരിക ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടുന്ന പോലെ അല്ല, ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് അറിഞ്ഞ്, ഇത് ദിവസവും എന്താ പറയാ ആചരിച്ച് ആ അനുഷ്ഠാനങ്ങളിലൂടെ പോയേ നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കും കേട്ട ഉടനെ ഇത് ഉള്ളിൽ കയറിയെന്നില്ല, നാളെ അത് വിട്ടുപോകും. നിരന്തരമായിട്ടുള്ള ആ നിധിധ്യാസനം നമുക്ക് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അതിന് ആചാര്യന്റെയും ഈശ്വരന്റെയും കൃപ വേണം. ഈശ്വരന്റെ കൃപ എങ്ങനെ? അനുഷ്ഠിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഈശ്വര കൃപ ഗുരുവിലൂടെ മാത്രമേ കിട്ടുള്ളൂ, ഡയറക്റ്റ് കിട്ടില്ല. അപ്പൊ ആ ഗുരു അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് എന്താണ്? ആ ശിഷ്യനെ ചേർത്ത് നിർത്തി അവനെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത് ഗുരുവാണ് അല്ലെ. അപ്പൊ ശിഷ്യന്റെ ലക്ഷണങ്ങൾ എന്താ? ശിഷ്യന്റെ ലക്ഷണങ്ങൾ പറയാം. ഗുരു ബ്രഹ്മനിഷ്ഠനായിരിക്കണം, പഠിച്ചത് പറഞ്ഞു കൊടുക്കണം, ആചരിക്കണം, ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കണം. ഇനി ശിഷ്യന്റെ ലക്ഷണങ്ങൾ എന്താ പറയുന്നത്? ശിഷ്യന്റെ ലക്ഷണങ്ങൾ പറയുന്നു: കാകദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര, തദൈവ ച അല്പാഹാരം, ജീർണവസ്ത്രം, ഛാത്ര എന്ന് പറഞ്ഞ് പറയാണ്. കാകദൃഷ്ടി. അപ്പൊ കാകദൃഷ്ടി എന്ന് പറഞ്ഞാൽ കൂർമ്മദൃഷ്ടി, കാക്കയുടെ ദൃഷ്ടി. കാക്ക വളരെ ശ്രദ്ധിച്ചാ നോക്കുന്നത് അല്ലെ, ഗ്രഹിക്കാനുള്ള ശക്തി, വളരെ ശ്രദ്ധയോട് കൂടിയിരുന്ന്, അല്ല ചുമ്മാ ഒരിടത്തിരുന്ന് കേട്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശ്രദ്ധിച്ചിരുന്നത് കേൾക്കണം, അതിനെ ഗ്രഹിക്കാനുള്ള ഒരു ശക്തി, ഗ്രഹണ ശക്തി ഉണ്ടാവണം. ഭഗധ്യാനം എന്ന് പറഞ്ഞാൽ, ഭഗം എന്ന് പറഞ്ഞാൽ കൊക്ക്, കിട്ടേണ്ടത് കിട്ടുന്നത് വരെ ഒറ്റക്കാലിൽ തപസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കൊക്ക് നമ്മൾ കണ്ടിട്ടില്ലേ പാടങ്ങളിലൊക്കെ. മീൻ അതിന്റെ അടുത്ത് വരുന്നവരെ അത് അനങ്ങാതെ നിൽക്കും, തപസ് പോലെ അല്ലെ. അങ്ങനെ നിൽക്കുന്നതാണ് കൊക്ക്. എന്താ, എന്തിനെ ഉദ്ദേശിച്ചാണോ അവിടെ നിൽക്കുന്നത്, ആ മീൻ അടുത്ത് വരുമ്പോ ഒരു മിനിറ്റ് കൊണ്ട് അതിനെ കൊത്തും, അതിനെ ഭക്ഷിക്കും. അതുപോലെ തപസ് വേണം എന്നർത്ഥം. ഈ ഉപാസന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, എന്നും കൊണ്ടു നടക്കേണ്ടുന്ന ഒരു കർമ്മമാണ്. എന്ത് ഉദ്ദേശിച്ചാണോ ഉപാസനയിൽ എത്തിയത്, അത് കിട്ടുന്നിടം വരെ ആ നിരന്തര തപസ് വേണം എന്നർത്ഥം അല്ലെ. കോൺസെൻട്രേഷൻ. ഇപ്പൊ കാക്കയെ പോലെ ധ്യാനം, കൊക്കിനെ പോലെ കോൺസെൻട്രേഷൻ. ഇനി ശ്വാനനിദ്ര, നായയെ പോലെ ഓൾവേസ് അലേർട്ട് എന്നർത്ഥം. ഒരു എന്താ പറയാ, ഒരു നായ കിടന്നുറങ്ങുമ്പോൾ പോലും അത് അലേർട്ടാണ്. ഒരു ചെറിയ ശബ്ദം കേട്ടാൽ ഉടനെ അത് ഉണർന്നു നോക്കും അല്ലെ. ഇവിടെ ആണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബോധവും ഇല്ല അല്ലെ. 8 മണിക്കൂർ 6 മണിക്കൂർ ഉറങ്ങി കഴിഞ്ഞ് എണീക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ഡീപ്പ് സ്ലീപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, ഉറങ്ങുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ നമ്മൾ എപ്പോഴും അലേർട്ട് ആയിരിക്കണം. കുറച്ച് സമയം 6 മണിക്കൂർ ഉറങ്ങുക, കാരണം നമ്മുടെ കംഫോർട്ട് സോണിലല്ല നമ്മൾ ഒരുപാട് സമയം നിൽക്കേണ്ടത്. അപ്പോ ജ്ഞാനം ലഭിക്കാൻ പല സുഖങ്ങളെയും നമ്മൾ ത്യാഗം ചെയ്യേണ്ടി വരും. സുഖം വേണമെങ്കിൽ അറിവിനെ, എന്താ പറയാ, ആ അജ്ഞാനത്തെ നമ്മൾ ത്യജിക്കണം. ആ കംഫർട്ട് എന്ന് പറഞ്ഞിട്ട് ആ സോണിൽ ഒന്നും നമുക്ക് കിട്ടില്ല. സുഖമായിട്ടിരിക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഏത് കാര്യത്തിനും, പ്രാപഞ്ചികമായിട്ടുള്ള കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ വ്യാവഹാരിക തലത്തിൽ ഞാൻ പറഞ്ഞു, ഒരിടത്തുനിന്ന് ഒരിടത്ത് പോകണമെങ്കിൽ, ഒന്ന് കിട്ടണമെങ്കിൽ അതിന്റെ പുറകിലുള്ള എഫേർട്ട് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കിട്ടുന്ന ആളിനെ മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് കിട്ടി, കണ്ടില്ലേ, അവരെന്ത് ഭാഗ്യമുള്ളവരാന്ന് നമ്മൾ നിസ്സാരമായിട്ട് പറയുന്നു. ആ ഭാഗ്യത്തിന്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് വളരെ വളരെ വലുതാണ് ഏതിലും. അതുപോലെ എന്താണ് ഈ ഒരു ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ഒരു സുഖത്തിലിരുന്ന് കിട്ടില്ല. അല്പാഹാരം, ജീർണവസ്ത്രം എന്ന് പറഞ്ഞാല് ആ ഡ്രസ്സൊക്കെ നീറ്റ് ആയിരിക്കണം, പക്ഷെ ഒരു ഫാഷന്റെ പുറകെ നടക്കരുത്. നമ്മൾ വളരെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യേണ്ടെന്നല്ല, ഈ ഓരോരുത്തരും മാറുന്ന ഫാഷൻ. ഒരു ദിവസം ഇല്ല തുണി കീറി ഇടുന്നു, നല്ല തുണികളെല്ലാം വെട്ടി കഷ്ണം ആക്കിയിട്ട് ഇടുന്നു.
അപ്പൊ ഉടനെ നമ്മളും അതിന്റെ പുറകെ പോകും. നമ്മൾ ഇന്ന് കണ്ടിട്ടില്ലേ, തുണി വാങ്ങിച്ചത് പണ്ട് നമ്മൾ കീറിയതെല്ലാം കീറിയത് ഇടുക എന്ന് പറഞ്ഞാൽ മോശം ലക്ഷണമായിരുന്നു അല്ലേ? പണ്ടത്തെ കാലത്ത് നമ്മളെ ജീർണ വസ്ത്രം, പഴകിയതും പൊടിഞ്ഞതും ഒന്നും ആരും ഇടൂല. അതിനാ പുതിയ വസ്ത്രം ധരിക്കുക. ഇപ്പൊ പുതിയ വസ്ത്രം വാങ്ങിച്ചിട്ട് എല്ലായിടവും വലിയ വലിയ ഓട്ടകൾ ഉണ്ടാക്കിയിട്ട് ഇടുക. ഉടനെ അത് ഫാഷൻ ആണെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകുക. അങ്ങനെ കുറെ ജന്മങ്ങള് അങ്ങനെ കളയുക. അങ്ങനെയല്ല, നമ്മൾ ഇതിന്റെ ഒന്നും പുറകെ ഒരുപാട് നടക്കരുത്, നല്ലതായിട്ട് ജീവിക്കുക. അപ്പൊ ഇതെല്ലാം ഉള്ള ഒരു ശിഷ്യനെയാണ് നമ്മള്, ശിഷ്യനുള്ള യോഗ്യതകളായി പറയുന്നത്. അപ്പൊ ഗുരു പറയുന്ന അനുസരിച്ച് ജീവിക്കുന്ന ആളായിരിക്കണം ശിഷ്യൻ. ഗുരു ശുശ്രൂഷ ചെയ്യണം. ഗുരു ശുശ്രൂഷ ചെയ്യണം എന്ന് പറഞ്ഞാൽ രാവിലെ ചെന്ന് ഗുരുവിന്റെ വീട്ടിലിരുന്നിട്ട് അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക, ഗുരുവിനെ കുളിപ്പിക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കുക. ഇല്ല, ഇതൊന്നും അല്ല ഗുരു ശുശ്രൂഷ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, അതൊക്കെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ കാലത്തായിരുന്നു. ഇല്ല, ശ്രീകൃഷ്ണൻ പോലും സാന്ദീപനിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തെ സേവിച്ചിരുന്നു, വിറക് കൊണ്ടുവരാനും പറ്റും. ഇന്ന് ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കുള്ളത് എന്താ, ശ്രോതും ഇച്ഛ എന്നാണ്. ഗുരു പറയുന്നത് കേൾക്കുക. ശ്രോതും ഇച്ഛ എന്ന് പറഞ്ഞാൽ, ശ്രോതും എന്ന് പറഞ്ഞാൽ എന്താ, കേൾക്കുക, അതിനുള്ള ആഗ്രഹം. ഇതിപ്പോ ഗുരു പറയണൊന്നും കേൾക്കണ്ട, എനിക്ക് സ്വന്തമായിട്ട് എല്ലാം അറിയാം, ഞാനേ ഒരു എന്താ പറയാ, എനിക്ക് തന്നെ എല്ലാരെയും പറഞ്ഞു തരാൻ അറിയാന്നുള്ളവര് ഗുരുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കർമ്മം നല്ലതായിട്ട് ചെയ്യാനാണുള്ള വഴിയാണ്. അത് എത്ര കാലം പഠിച്ചാലാണ് നമുക്ക് അതില് എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുക? അപ്പൊ ശ്രോതും ഇച്ഛ എന്നാണ് അതിന്റെ അർത്ഥം. തന്റെ ഗുരുവിൽ നിന്ന് ധാരാളം കേൾക്കാനുള്ള ആഗ്രഹം, അതാണ് ശരിക്കുള്ള ശ്രോത്രിയൻ. എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പറഞ്ഞു തരൂ. ഒരു ശിഷ്യൻ എപ്പോഴും ആഗ്രഹമാണ് കേൾക്കാൻ ഗുരുവിൽ നിന്ന്, അല്ലേ? എനിക്ക് അറിഞ്ഞൂടാ പറഞ്ഞു തരൂ. നമ്മളൊക്കെ ഒരു കാലം വരെ അങ്ങനെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. വേറൊരു ആൾക്കാര് ആ ഗുരുസ്ഥാനത്തിരിക്കുന്നവര് പറയുന്നത് കേൾക്കാൻ വേണ്ടി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഒഴിഞ്ഞു വെക്കുന്ന അതിനു വേണ്ടി തന്നെയാണ്. നമ്മൾ ഒന്നും ആയിട്ടില്ല, ഒന്നുമല്ല, സമുദ്രത്തിൽ ഒരു സ്പൂൺ ജലം പോലും, ആ അറിവ് പോലും എനിക്കില്ല എന്ന് വേറൊരാൾ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക് പ്രപഞ്ചത്തിൽ നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പരമ്പര നിർദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ അവസാനമായിരിക്കുന്ന ഗുരുസ്ഥാനം തന്നു കഴിയുമ്പോൾ പിന്നെയാണ് നമ്മൾ ശരിക്കും മറ്റുള്ള പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കാൻ തുടങ്ങുക. മറ്റുള്ളവരിൽ നിന്നുള്ള ജ്ഞാനം എല്ലാം കൂട്ടിച്ചേർത്ത് ഈ അമ്മ എന്ന് പറയുന്ന ആരാ? ലളിതാ ത്രിപുര സുന്ദരി. നിസ്സാര കാര്യമാണോ? പ്രപഞ്ചാത്മികയാണല്ലേ? പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അമ്മയെ എത്ര വഴികളിൽ കൂടെ പോയ അമ്മയെ അറിയാൻ പറ്റും നമുക്ക്. അപ്പൊ നമ്മള് എന്താണ്, ഇവിടെ നിന്ന് അറിവ് കിട്ടിയാലും സ്വീകരിച്ചുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ആദ്യത്തെ കാലത്ത് LKG UKG വേറെ ക്ലാസ്സുകളിൽ പോകാറില്ല. ആ ക്ലാസ്സിലെ അധ്യാപകൻ എന്ത് പറയുന്നോ അത് പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾ പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നു. അപ്പൊ എന്താ, ഒരു പരീക്ഷ വെക്കണം, ഇല്ലേ? ആ പരീക്ഷയിൽ ജയിച്ച അടുത്ത ക്ലാസ്. അതുപോലെയാണ് നമ്മള് ഇതിൽ ഈശ്വരനാണ് പരീക്ഷ വെക്കുന്നത് നമുക്ക്. അപ്പോ ഈ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം ഗുരുവിലൂടെ കിട്ടി ഓരോ ക്ലാസ്സും പാസ്സായി മുകളിലോട്ട് പോകുന്നു. ഇനി എനിക്ക് കേൾക്കണം. കാരണം ആ ഒരു ദാഹമാണ് നമ്മുടെ ഉള്ളില്. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, അത് ഉള്ളവർ ഒരുപാടുണ്ട്, ഇല്ലേ? അവർക്ക് ആ ഉറപ്പായിട്ട് അത് കിട്ടിയിരിക്കും. കാരണം എവിടെ ഇരുന്നാലും, ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും അവർക്ക് ആ ഈശ്വരനെ അറിയണം. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സുഖത്തിന് വേണ്ടി അവർ ഓടുന്നത്. അവർക്ക് ഈ പറയുന്ന മറ്റു സുഖങ്ങളൊന്നും വേണ്ട, അതിൽ അവർ രമിക്കുന്നില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ വിരക്തി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ എത്ര ദൂരെ ഇരുന്നാലും, എത്ര പണം ചെലവാക്കിയാലും ഇത് കേൾക്കണം, അറിയണം എന്നുള്ള ആ ആത്മദാഹം, അതിനെയാണ് ജ്ഞാനാഗ്നി. ജ്ഞാനാഗ്നിയെ തണുപ്പിക്കാൻ ഒന്നിനും പറ്റില്ല. ജഡരാഗ്നിയെ തണുപ്പിക്കാം, വിശപ്പിന് ഭക്ഷണം ഇട്ട് കൊടുക്കാം. പക്ഷെ ജ്ഞാനാഗ്നി അത് കേട്ട് തന്നെ മനസ്സിലാക്കണം. ഈശ്വരനിലേക്കുള്ള ആ അദമ്യമായിട്ടുള്ള ദാഹം. കിട്ടിയാണെങ്കിൽ കിട്ടി, എപ്പോഴെങ്കിലും വേണമെങ്കിൽ മതി, ഇല്ലേ? ഗുരു ചിലപ്പോ മരിച്ചു പോകും, ശിഷ്യൻ മരിച്ചു പോവാ, എനിക്ക് എപ്പോഴും കിട്ടിയില്ല, എനിക്ക് പറഞ്ഞു തന്നില്ല, ഇങ്ങനെ കംപ്ലൈൻസ് അല്ല. യു ഹാവ് ടു ബി ഡെഡിക്കേറ്റഡ്. ആ ഡെഡിക്കേഷൻ, എനിക്കിത് വേണം. അപ്പൊ അങ്ങനെ ഉള്ളവര്, അല്ലാതെ ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വേറെ പോയി ശുശ്രൂഷിക്കാന്നല്ല. അവരോട് ഒരു കൈൻഡ്ഫുൾ ആറ്റിറ്റ്യൂഡ്, അല്ലെ? ഇപ്പൊ ഗുരുവിനെതിരെ വിരൽ ചൂണ്ടി സംസാരിക്കാതെ കുറച്ചൊരു മിതമായിട്ട്, എന്താ പറയാ, നമുക്ക് വിദ്യ പറഞ്ഞു തരുന്നവരുടെ മുമ്പിൽ തന്റെ അച്ഛനമ്മമാരെ പോലെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാൻ പഠിക്കുക. ആ ഒരു ബഹുമാനത്തിലൂടെ അവർ പറഞ്ഞു വീണ്ടും വീണ്ടും തന്റെ സംശയങ്ങൾ ചോദിക്കുക, അറിവിനെ നേടുക. അതാണ് വേണ്ടത്. അറിവിലൂടെ കിട്ടുന്ന എന്താ? അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ശിഷ്യർക്ക് വന്നു ചേരും. അവയൊക്കെ എന്താ, ആ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ ദൃഷ്ടങ്ങളും ചിലപ്പോൾ അദൃഷ്ടങ്ങളുമായിരിക്കാം. ചിലത് നമുക്ക് കാണാൻ പറ്റും, ചിലത് നമ്മുടെ ആത്മാവിന് കൊടുക്കുന്ന അനുഗ്രഹമാണത്. പെട്ടെന്ന് ആത്മാവിന്റെ ആ അജ്ഞാനമൊക്കെ മാറി വേറൊരു തലത്തിലേക്ക് അവർ എത്തിച്ചേരും. കാരണം അവരുടെ ആ ഒരു ഭാവനാ ശക്തി വികസിക്കും. അവർ ഈശ്വരനെ അറിയാൻ തുടങ്ങും. അപ്പൊ ഭഗവാൻ ഗീതയിലെ ആചാര്യ ഉപാസനം എന്നാ പറയുന്നത്. 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലെ? ഗുരുവിനെ
ആ ഗുരുവിന്റെ പ്രയോജനം ഒന്നാമത്തെ പുണ്യമാണ് എന്ന് പറയുന്നു. കാരണം ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. അപ്പോ എന്താ പറയാ, ആ ഒരു ഗുരു വേറെ ഞാൻ വേറെ എന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഗുരു വേറെ ഈശ്വരൻ വേറെ എന്ന് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഈശ്വരനാണ് ഗുരു രൂപത്തിൽ ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഗുരുഗീത വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോ ഗുരു പൂജ ചെയ്യണം. ഈശ്വര പൂജയും രണ്ടല്ല. അപ്പൊ അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം ഏന ചരാചരം തത്പദം ദർശിതം ഏന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇതെല്ലാം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത്? എല്ലാ ചരാചരങ്ങളുടെയും അന്തർയാമിയായിട്ടിരിക്കുന്ന ഈശ്വരനെ കാണിച്ചു തന്ന തത്പദമാകുന്ന തത്വമസിയിൽ എത്തിക്കുന്ന ആളാണ് ഗുരു. അപ്പോ ആചാര്യനെ ഉപാസിച്ച് പുണ്യം നേടി ശാസ്ത്രങ്ങളില് പൂർണ്ണമായിട്ട് വിശ്വാസം നേടണം. അപ്പൊ ശ്രദ്ധയോടെ പഠിച്ച് ആ ഈശ്വര പാദങ്ങളെ പിന്തുടരണം. ഗുരു പാദുക സ്മരണ അതാണ്. ഏത് എന്താ പറയാ, കർമ്മം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്താ ഏത് ഈശ്വരനെ പൂജിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാ എല്ലാവർക്കും ആ ഒരു ഗുരുപരമ്പര, ആ ഒരു പാതകങ്ങളെ സ്മരിക്കാൻ പറയണ? ഗുരുപാതക സ്മരണ എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുമന്ത്രം ജപിക്കുക. അപ്പൊ ഗുരുമന്ത്രം ജപിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഗുരുപാതക സ്മരണ എന്ന് പറഞ്ഞാല് നല്ല ഗുണങ്ങളൊക്കെ വന്നു ചേർന്ന് ആ സ്മരണ കൊണ്ടാണ് നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ജ്ഞാനലബ്ധി ഉണ്ടാകും. കർമ്മം, തത്വം എല്ലാം വ്യക്തമായിട്ട് അതിലുള്ള അറിവ് കിട്ടും. അങ്ങനെ പരാവിദ്യ, ബ്രഹ്മവിദ്യ, ആത്മവിദ്യ ഇതെല്ലാം ഗുരുവിൽ നിന്ന് തന്നെ ശ്രവിച്ച് മനസ്സിലാക്കണം. അപ്പൊ ഉപനിഷത്ത് എന്ന് പറയുന്ന ആ ഉപനിഷത്ത് താല്പര്യങ്ങൾ ശ്രവണം ചെയ്യണം. ഗുരുമുഖേനമായിട്ട് വേദാന്ത ശാസ്ത്രങ്ങളെ പഠിക്കണം, ശ്രവണം ചെയ്യണം അല്ലെ. ആ ആളോട് എന്താ പറയാ, ആ അറിവിനെ നമ്മളെ ഉപാസകന് ഒരുപാട് പ്രയോജനപ്പെടും. ആ അറിവുകളെ പ്രയോജനപ്പെടുകയുള്ളൂ. ജ്ഞാനിക്ക് ദുഃഖമില്ല. കാരണം എന്താ? കാരണം ആ ഒരു ഭഗവാൻ പറയണു, മാ ശുച, ഞാൻ എന്താ ഉണ്ടാന്ന് മാത്രം നീ അറിഞ്ഞാൽ മതി. മാ ശുച എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ ഞാൻ രക്ഷിച്ചോളാം, നീ വിഷമിക്കണ്ട. കാരണം നമ്മുടെ വിഷമം ഈശ്വരൻ നമ്മളെ രക്ഷിക്കുമോ? ആര് നമ്മളെ രക്ഷിക്കുന്നുള്ളതാണ്. ഈ ശാസ്ത്രങ്ങൾ പഠിച്ചു തന്നിട്ട് അവസാനം ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അല്ലെ, നീ വിഷമിക്കേണ്ട, നിനക്ക് ഞാനുണ്ട്, ശോചിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഉള്ളപ്പോൾ എന്തിനാണ് നീ വിഷമിക്കുന്നത്? ഒരുപാട് പ്രാവശ്യം ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ ആ ഒരു ജീവാത്മ പരമാത്മ ഐക്യം എന്ന അദ്വൈതത്തില് നമ്മൾ ഇതുവരെ എവിടെയാ നിന്നത്? ദ്വൈതത്തിലാണ് നിന്നത് അല്ലെ. രണ്ടെന്നുണ്ട് ഉള്ളതിൽ നമ്മൾ നിന്നു. ഇപ്പൊ നമ്മൾ അദ്വൈതത്തിലേക്ക് ഏകമായിരിക്കുന്ന ഈശ്വരൻ മാത്രമാണ്. അതാണ് ഈ മൂന്നായിട്ട് ത്രിപുടിയായിട്ട് ഈശ്വരൻ, ജഗത്ത്, ഞാൻ എന്ന് പറയുന്നത്. ഇത് മൂന്നും മൂന്നല്ല, ഒന്നാണ് എന്ന് മനസ്സിലാകണം. അപ്പൊ വേദങ്ങൾ പറയുന്ന ആ ഒരു ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തി. എന്താണ്? വിദ്യന്തേ ഹൃദയഗ്രന്ഥി ചിന്തന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ കരാവലേ. ഇങ്ങനെ ആ ഫലവാക്യങ്ങൾ, ഇത് ഉപനിഷത്ത് നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. വിദ്യന്തേ ഹൃദയഗ്രന്ഥി കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ. ചിന്ത്യന്തേ സർവസംശയാഹ ക്ഷീയതേ ചാസ്യ കർമാണി. ഹൃദയഗ്രന്ഥിയെ മുറിച്ചുകൊണ്ട് സർവ സംശയങ്ങളും ഇല്ലാതായി, എല്ലാ കർമ്മങ്ങളും ഇതാ ജ്ഞാനാഗ്നിയിൽപ്പെട്ട് കത്തിപ്പോയി ഇല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഫലവാക്യം നമുക്ക് അനുഗ്രഹ രൂപത്തില് വന്നു ചേരാൻ തുടങ്ങും. അപ്പൊ ബ്രഹ്മസത്യം എന്താണ്? ഏകം സത് എന്ന അദ്വൈതമായിരിക്കുന്ന ആ സത്യത്തെ നമ്മൾ അറിഞ്ഞു തുടങ്ങി. മണ്ണ് സത്യമാണ്, മണ്ണ് കൊണ്ടുള്ള രൂപങ്ങൾ സത്യമല്ല, അത് മിഥ്യയാണ്. സ്വർണം സത്യമാണ്, ആഭരണങ്ങൾ മിഥ്യയാണ്. ഇങ്ങനെ ആത്മാവ് മാത്രമാണ് സത്യം എന്നുള്ള ആ ഒരു സത്യത്തിന്റെ ആ സത്യത്തെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അറിയുന്നത് തന്നെയാണ് മോക്ഷം. അപ്പൊ ജീവൻ തുടങ്ങിയ യാത്ര, ജീവയാത്ര ശരീരം ജനിച്ചപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ എവിടെ എത്തിച്ചേർന്നു? ആ ശരീരത്തിൽ ഇരുന്ന് അറിവ് കൊണ്ട്. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലെ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടുള്ള യാത്രയില് ആ അറിവിന്റെ യാത്ര. അപ്പൊ ആ ഒരു അപാരമായിരിക്കുന്ന സമുദ്രത്തില് നമ്മൾ യാത്ര ചെയ്ത് 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 അടുത്ത കടവിലെത്തി. എവിടെയാ? ആ അറിവിലൂടെ നമ്മള് മോക്ഷം എന്താണെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട്, ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അറിഞ്ഞു. അപ്പൊ മനസ്സാകുന്ന തൈരിനെ ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കടഞ്ഞ് 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 ആ ജ്ഞാനമാകുന്ന വെണ്ണയെ നമുക്ക് കിട്ടി ഇല്ലേ. അത് തൈരായിട്ട് വെച്ചിരുന്നാൽ അതിൽ പാലിനകത്ത് തൈരുണ്ടെന്ന് നമുക്കറിയാം. തൈരിനെ കടഞ്ഞ വെണ്ണ കിട്ടുന്നറിയാം. വെണ്ണ ഒരിക്കല് എന്താ പറയാ ചീത്തയാകാത്ത നെയ്യ് നമുക്ക് കിട്ടും, നല്ല നറുമണമുള്ള നെയ്യ്. അപ്പൊ ഈ നെയ്യ് എന്നുള്ളത് പാലിൽ ഇരിക്കുകയാണ്. എത്ര പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ആ നെയ്യ് നമുക്ക് കിട്ടിയത്? അതുപോലെ നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്, നമ്മുടെ ഉള്ളിൽ ഈശ്വരനും ഉണ്ട്. ഇതിനെ കടഞ്ഞ് 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 ആ വെണ്ണയെ കിട്ടണം ഇല്ലേ.
അപ്പൊ യുക്തിപൂർവമായിട്ടുള്ള മനനം, അഹം പൂർണ്ണമസ്മി, അഹം പൂർണ്ണമസ്മി, ബ്രഹ്മാഹമസ്മി, ശിവോഹം, ഭവാനി ഏവാഹമസ്മി, ഇങ്ങനെ പറഞ്ഞ് ഇതിലുള്ള സത്യത്തെ കേട്ട് നമ്മളിൽ ഉറപ്പിക്കണം.